കേരള രാഷ്ട്രീയത്തിലെ പുതിയ ഗതിവിഗതികൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പി ജയരാജൻ വിവാദം, കരുവന്നൂർ, പിണറായി ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾക്ക് വോട്ടർമാരിൽ നിന്നുണ്ടായിരിക്കുന്ന പ്രതികരണങ്ങൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് ഇപ്പോൾ ദല്ലാൽ നന്ദകുമാർ എന്നൊരു വിവാദ പുരുഷൻ പല പഴയ സംഭവങ്ങളൊക്കെ പറഞ്ഞ് പുറത്തു വന്നിരിക്കുന്നു. പ്രകാശ് ജാവദേക്കറുമായിട്ട് പി ജയരാജൻ കാണാനിടയായ കാര്യങ്ങൾ, BJPയിലേക്ക് ഒരു പ്രമുഖ CPM നേതാവ് വരുന്നതിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ, ശോഭാ സുരേന്ദ്രനെതിരെ കേസ് കൊടുക്കാൻ പോകുന്നു, പാർട്ടി CPM സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് സവിസ്തരം ചർച്ച ചെയ്ത് പലതരം വാർത്തകൾ അതേപ്പറ്റി ഇന്ന് മാധ്യമങ്ങളിൽ വന്നു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഈ സംഭവത്തിൻ്റെ നിജസ്ഥിതി അറിയാൻ പ്രകാശ് ജാവദേക്കറുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി ടെലിഫോണിൽ സംസാരിച്ചു. അതിൻ്റെ വിശദാംശങ്ങൾ തേടി എന്ന് കേട്ടു. അതെ, അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാവദേക്കറോട് സംസാരിച്ചതായിട്ട് ഒരു പ്രമുഖ നേതാവ് എന്നോട് പറയുകയുണ്ടായി. ആ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ശോഭയുടെ പേരും അതിൽ പരാമർശിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് ഈ കോൺട്രവേഴ്സി, എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ്, നിങ്ങൾ എങ്ങനെയാണ് കണ്ടത്, അതിൽ ശോഭയുടെ റോൾ എന്തായിരുന്നു എന്നൊക്കെ വിശദമായിട്ട് ചോദിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ടോൺ എന്താണെന്ന് വെച്ചാൽ അത്ര പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വിവാദം കേരളത്തിൽ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് അത്ര നന്നായിട്ടല്ല ദേശീയ നേതൃത്വം എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നടക്കുന്ന അന്വേഷണങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ജാവദേക്കർ വിളിച്ചത്. അതും ഒരു നീരസം പ്രകടിപ്പിക്കൽ ആയിരുന്നു എന്നാണ് എന്നോട് സംസാരിച്ച ആള് പറയുന്നത്. CPMലൊക്കെ പറയുന്നത് പോലെ ശാസന എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ പാർട്ടിയിൽ പിന്നെ അങ്ങനത്തെ BJPയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ലല്ലോ. ജാവദേക്കർ അല്ലെങ്കിൽ തന്നെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ട ഒരാളാണ്. അത് പല കാര്യങ്ങളും അതിനുണ്ടാവും, പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളുമൊക്കെ ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ടാണ് ഈ പുറത്താക്കുമ്പോൾ എന്തുകൊണ്ടാണെന്നൊക്കെ ഇവർ പലപ്പോഴും പറയാത്തത്. പലപ്പോഴും പലർക്കും അങ്ങനെ താഴ്ചകളൊക്കെ വന്നിട്ടുണ്ട്. സുഷമ സ്വരാജ്, നിതിൻ ഗഡ്കരി, ജാവ്ദേക്കർ, രവിശങ്കർ പ്രസാദ്, സുരേഷ് പ്രഭു, രാജ്നാഥ് സിംഗ്, ഇങ്ങനെ പലർക്കും പലതരത്തിലുള്ള നീരസങ്ങൾ പലപ്പോഴും വന്നിട്ടുണ്ട്. അതൊന്നും കാണിക്കാൻ പറ്റുന്നില്ല അവരുടെ ഘടനയിൽ. അപ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ ഈ വിവാദങ്ങളിൽ ദേശീയ നേതൃത്വത്തിന് അത്ര സന്തുഷ്ടിയല്ല ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ ദേശീയ നേതൃത്വം ഇതുപോലെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കേരളത്തിലെ 1-2 പേർ, ഒരു പക്ഷേ സുരേന്ദ്രനോ മുരളീധരനോ മാത്രം അറിഞ്ഞിട്ട്, അതും അവസാന നിമിഷമൊക്കെ പറഞ്ഞിട്ടാണ് പല കാര്യങ്ങളും അവർ ചെയ്യുന്നത്. ഉദാഹരണത്തിന് അനിൽ ആൻ്റണി BJPയിലേക്ക് വരുന്നത്, അത് ഇവിടെ നിന്ന് നടന്ന ഓപ്പറേഷൻ അല്ലല്ലോ. അങ്ങനെയാണ് പലതും നടത്തിപ്പോരുന്നത് ദേശീയ നേതൃത്വം. അവർ ഇന്ത്യയിൽ എത്രയോ സ്ഥലത്ത്, ഗുജറാത്തിലൊക്കെ ഒരുമാതിരി കോൺഗ്രസ്സുകാരൊക്കെ BJPയിലേക്ക് വന്നു കഴിഞ്ഞില്ലേ. ഇപ്പോൾ മറ്റേ മുകേഷ് ദലാലിൻ്റെ സൂറത്തിലെ ഓപ്പറേഷൻ എല്ലാവരും പിൻവലിച്ചില്ലേ. ഇപ്പോൾ ഇൻഡോറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചു. അവിടെ പക്ഷേ 29 പേര് സ്വതന്ത്രന്മാരുൾപ്പെടെ പത്രിക കൊടുത്തിട്ടുണ്ട്. അതിൽ എത്ര പേര് പിൻവലിക്കുന്നു എന്നുള്ളത് ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞാലേ അറിയുള്ളൂ. എല്ലാവരും പിൻവലിച്ചാലല്ലേ വിജയിയായിട്ട് പ്രഖ്യാപിക്കാം. അല്ലെങ്കിൽ തന്നെ തിരഞ്ഞെടുപ്പ് നടന്നാലും BJP സ്ഥാനാർത്ഥി ജയിക്കുമായിരുന്നു. ഈസി വാക്കോ. അതെ, അത് 2 സ്ഥലത്തും വേണമെങ്കിൽ അങ്ങനെ തന്നെ പറയാം, ജയിക്കാവുന്ന സ്ഥലങ്ങളായിരുന്നു. പക്ഷേ അങ്ങനെ നിൽക്കുന്നവരും പോലും രാഖി രാമായണം BJPയിലേക്ക് എത്തുകയാണ്. വലിയ നേതാക്കളൊക്കെ ഈ അശോക് ചവാനെ പോലുള്ള ആളുകളുമൊക്കെ ഇതിൻ്റെ അകത്ത് പോകുന്നില്ലേ. അവർ വേണ്ടാന്ന് വെച്ചത് മറ്റേ രാജസ്ഥാനിലെ കമൽനാഥിൻ്റെ മകൻ നകുൽ, അത് അവിടുത്തെ കൈലാസ് വിജയവർഗീയ എടുത്ത പൊസിഷനും ഒക്കെ കാരണം എടുത്തില്ല. അത്രയും ടൈൻറ്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ കേരളത്തിൽ നിന്ന് ഇനി സമീപ ഭാവിയിൽ പല ആളുകളെയും BJP എടുക്കാനായിട്ട് ലക്ഷ്യമിട്ടിരുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കോട്ടയത്ത് തോമസ് ചാഴികാടൻ, ജോസ് മാണിയുടെ സ്ഥാനാർത്ഥി, തോൽക്കും ഏതാണ്ട് ഇപ്പോൾ ധാരണയുണ്ട്. ഫ്രാൻസിസ് ജോർജിനാണ് സാധ്യത. അതെ.
അത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നോക്കുമ്പോഴും കോട്ടയവും ആലപ്പുഴയൊന്നും 2 സ്ഥലങ്ങൾ, കോട്ടയം ആലപ്പുഴ ഒരു കാരണവശാലും കിട്ടില്ല എന്നുള്ള വിലയിരുത്തലാണ് എന്നാണ് പറയുന്നത്. 4 മണ്ഡലത്തിലേ അവർക്ക് സത്യത്തിൽ ഒരു ഉറപ്പുള്ളൂ. അത് മറ്റേ പാലക്കാട്, ആലത്തൂര് ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മാണി ഗ്രൂപ്പ് പിളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് കുറേ ആളുകൾ, ജോസ് മാണിയുടെ നേതൃത്വത്തിൽ പണ്ട് തൊട്ടേ അസംതൃപ്തിയുള്ള കുറേ ആളുകളുണ്ടല്ലോ. KM മാണി ഉള്ള കാലത്ത് തന്നെ അങ്ങനെയുണ്ട്. PC തോമസിൻ്റെയൊക്കെ പോക്കൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറേ ആളുകളൊക്കെ ഈ BJP-യിലേക്ക് വരാനുള്ള സാധ്യത, ആ സാധ്യത ഈ ഇലക്ഷൻ്റെ റിസൾട്ട് പ്രഖ്യാപനത്തോടെ ഉണ്ടാകുമെന്ന് കാത്തിരിക്കുകയാണ് ഈ നന്ദകുമാർ വിവാദവും ശോഭയുടെ വെളിപ്പെടുത്തലും EP ജയരാജൻ വരുമെന്ന് പറഞ്ഞിട്ട് പിൻവാങ്ങിയെന്ന കാര്യവും വരുന്നത്. അപ്പോൾ അതിന് ആ കോട്ടയത്തെ മാണി ഗ്രൂപ്പിനെ പിളർന്നൊരു വിഭാഗം ചേരുന്നതിന് താൽക്കാലികമായൊരു വിരാമം വന്നു. അതാണ് മറ്റേ BJP-യുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത്. BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ തന്ത്രപരമായ നീക്കങ്ങൾക്ക് ഒരു തിരിച്ചടിയാണ് ഈ സംഭവം. ദേശീയ നേതൃത്വത്തിൻ്റെ എന്നും പറയാം. അല്ല, ഇപ്പോൾ ജാവദേക്കറെ വിളിച്ച് പ്രധാനമന്ത്രി നേരിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ആരായണമെന്നുണ്ടെങ്കിൽ ഇവിടെ അതും ഈ തിരക്കുകൾക്കിടയിൽ എല്ലായിടത്തും പോയി പല സംസ്ഥാനങ്ങളിൽ ഒരേ സമയം ഇലക്ഷൻ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി അതീവ ജാഗ്രതയോടെ കേരളത്തിലെ രാഷ്ട്രീയ സംഭവങ്ങൾ അന്വേഷിക്കുകയാണ്. അപ്പോൾ അതിൽ പാർട്ടി നടത്തിയ കരുനീക്കങ്ങൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ പത്മജ വേണുഗോപാൽ തലേന്നാണ് മാധ്യമങ്ങൾക്ക് ആ വാർത്ത പോലും ഇങ്ങനൊരു നീക്കം നടക്കുന്നുവെന്ന് ആരും അറിഞ്ഞില്ല. അതുപോലെ ഡൽഹി PCC ചീഫ് ആൾ ഓഫ് എ സഡൻ രാജിവെച്ച് പോകുന്നു. ഇപ്പോൾ പിന്നെ ഇൻഡോറിലെ സംഭവം, ഈ കാര്യങ്ങളൊക്കെ BJP അതീവ തന്ത്രപരമായിട്ട് വിജയിപ്പിച്ച കാര്യങ്ങളാണ്. അതുപോലെ ഒരു സ്ട്രാറ്റജി നടത്തി ലക്ഷ്യത്തിലെത്തിക്കാൻ ഇവിടുത്തെ BJP നേതൃത്വത്തിലുള്ളവർക്ക് കഴിയാത്തതെന്ത്? അതിന് നേതൃത്വം കൊടുത്ത ജാവദേക്കർ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. പ്രധാനമന്ത്രി ആ ഗൗരവത്തോടെ ആയിരിക്കുമല്ലേ ഈ വിഷയത്തെ സംസാരിക്കാൻ അദ്ദേഹത്തെ വിളിച്ചത്. ജാവദേക്കർ കേരളത്തിൽ നിന്ന് പോയി നളിൻ കുമാർ കട്ടീൽ പകരം വന്നു. പക്ഷെ ഒരു അവലോകന യോഗത്തിന് കൂടി ജാവദേക്കർ വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച്. അപ്പോൾ ജാവദേക്കർ നാട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ചില പ്രധാനപ്പെട്ട നേതാക്കൾക്ക് കത്തെഴുതിയിരുന്നു. ആ കത്തിൽ പറഞ്ഞിരുന്നു, നമ്മൾ കുറേ കാര്യങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്തു, പലതും നമുക്ക് വിജയിപ്പിക്കാൻ സാധിച്ചു എന്നൊക്കെ ഒരു യാത്രയപ്പ് കത്ത് പോലെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കാര്യങ്ങളിൽ ആരും പുറത്തറിയരുത്, അത് പുറത്ത് പറയരുത്. ഇപ്പോൾ ശോഭ പറഞ്ഞില്ലേ, അതുപോലെ ഈ കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ച് പരസ്യപ്പെടുത്തേണ്ടതില്ല എന്നൊക്കെയായിരുന്നു ധാരണ പാർട്ടിക്കകത്ത്. ശോഭ അത് ചെയ്തത് ഒരു വ്യക്തിപരമായ ആരോപണം വന്നപ്പോൾ കൗണ്ടർ ചെയ്യാനായിട്ടാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. അതോടുകൂടി തൽക്കാലം ആ കാര്യം അവർക്ക് മറച്ചു വയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ പാർട്ടിയെ അതൊരു തർക്കേടില്ലാത്ത പ്രതിസന്ധിയിലാക്കിയെന്ന് തന്നെയാണ്, കൗണ്ടർ പ്രൊഡക്റ്റീവായി ആയി എന്ന് തന്നെയാണ് കരുതുന്നത്. ആ സമയത്ത് K. സുരേന്ദ്രൻ അക്നോളജ് ചെയ്തിരുന്നു, പാർട്ടി അറിഞ്ഞിട്ടൊക്കെയാണ് ചെയ്തത്. കാരണം അത് രാഷ്ട്രീയം പൊളിറ്റിക്കലി കറക്റ്റായ പൊസിഷൻ അതാണല്ലോ. പക്ഷെ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ എന്നാണ് മനസ്സിലാകുന്നത്. നീരസം എല്ലാവർക്കും ഉണ്ട് അതിൻ്റെ അകത്ത്, അവരത് പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ശോഭ തന്നെ പറഞ്ഞപ്പോൾ EP ജയരാജൻ മാത്രമല്ല, പിന്നെയും 9 പേരും കൂടി 10 പേരോളം LDF-ൽ നിന്നും UDF-ൽ നിന്നുമായിട്ട് വേഗം തന്നെ BJP-യിൽ ചേരാൻ ഒരുക്കമാണ്. അതിൻ്റെ സ്ട്രാറ്റജിയാണ് നടക്കുന്നത്. കാരണം ഇതിനൊരു കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ ആസാം മുഖ്യമന്ത്രി എറണാകുളത്ത് വന്നപ്പോൾ സംസാരിച്ചല്ലോ. ഞാനും പല കോൺഗ്രസ് നേതാക്കളോടും സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ. വലിയ കോൺഗ്രസ് നേതാക്കളോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അതിപ്പോൾ സമയമായിട്ടില്ല, എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന് പറയുന്നത് പോലെ എല്ലാവരും കാത്തിരിക്കുകയാണ്. ദേശീയ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എന്ത് സംഭവിക്കുന്നു
എന്നും കൂടി നോക്കണം. അധികാരവും പദവിയില്ലാതെ ഒന്നും കോൺഗ്രസ്സുകാർക്കൊന്നും ജീവിക്കാനൊന്നും പറയും. ജൂൺ 4 ശേഷമേ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ ഇരിക്കെ ഒരു പ്രിമച്വർ സ്റ്റേജിലാണ് ശോഭ അടക്കമുള്ളവരുടെ വെളിപ്പെടുത്തൽ വന്നത്. അതെ, അത് ഇതിൽ വരാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന പലർക്കും മനപ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, അതാണ് ഇതിനകത്ത്. കാരണം അത് അങ്ങനെ വെളിപ്പെടുത്തി പോകുമോ അപ്പോൾ എന്താന്ന് വെച്ചാൽ നിൽക്കുന്ന പാർട്ടിയും ഉണ്ടാവില്ല, പിന്നെ കൂട്ടത്തില് ഈ കിട്ടാനുള്ള പാർട്ടിയും ഉണ്ടാവില്ല. മാർക്സിസ്റ്റ് പാർട്ടിയിലാണെങ്കിൽ പലതരം ഇടപാടുകളും അവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളും ഒക്കെ കാരണം പി ജയരാജനെ തൽക്കാലത്തേക്ക് സംരക്ഷിച്ചിട്ടുണ്ട്. അത് തന്നെ തൽക്കാലം എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ ഘടകത്തിൽ ചർച്ച ബാക്കി നിൽക്കുകയാണ്. ചർച്ച നടക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അതെ അതെ. അല്ല, മാത്രമല്ല ഇൻസൈഡിൽ നിന്ന് നമ്മൾ അറിയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പി ജയരാജനുള്ള പാർട്ടിയുടെ സമീപനം ഇപ്പോഴുള്ളതുപോലെ ആയിരിക്കില്ല. അതെ. അപ്പോൾ ജയരാജൻ ഏതായാലും LDF കൺവീനറായിട്ട് ഏറെക്കാലം തുടരാൻ പറ്റില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. കാരണം CPI അതിനെതിരെ രംഗത്ത് വന്നിരുന്നു. മറ്റേ വർഗീസ് ജോർജ് കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. ഒട്ടും ശരിയായില്ല ചെയ്തത്. ഞാൻ സ്വന്തം നിലയ്ക്ക് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. എൻ്റെ പാർട്ടി BJPയുടെ കൂടെ ജനതാദള് ബീഹാറിലും കർണാടകയിലും ഒക്കെ കൂടുമ്പോൾ ഞാൻ അത് പറ്റില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ആളാണ്. ഇവർക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വർഗീസ് ജോർജ് ചോദിച്ചിട്ടുണ്ട്. CPI മാത്രമല്ല, അപ്പൊ ഘടകകക്ഷികളൊക്കെ മർമർ ചെയ്തു. അങ്ങനെ ഒരു പൊസിഷനിലേക്ക് പോകുന്നുണ്ട് അവര്. ബിനോയ് വിശ്വം ഇങ്ങനെ ഇടതു മുന്നണി കൺവീനറായിട്ട് ഇരിക്കാൻ പറ്റില്ല എന്ന് അവര് പറയുന്നുണ്ട്. അപ്പോൾ അതിന് ഇനി LDFന്റെ യോഗം ചേരുകയാണെങ്കിൽ ജയരാജൻ വീണ്ടും ചോദ്യങ്ങൾ. കേരളവുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ ദേശീയ നേതൃത്വത്തിൽ BJP നേതൃത്വത്തിന് കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ സ്ഥിരം ഈ തോൽവിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ തവണ മത്സരിച്ച് തോറ്റ ഗിന്നസ് ബുക്കിലേക്കൊക്കെ പോകാവുന്ന സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ട് ഇവിടെ. BJP സ്ഥിരം സ്ഥാനാർത്ഥികൾ. അങ്ങനത്തെ ആളുകളൊക്കെ മാറ്റിയിട്ട് ഇത്തവണ പുതിയൊരു ടീമിനെ കൊണ്ടുവന്നു. അവർ ഗൗരവമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പിന്നെ നോർത്ത് ഈസ്റ്റിൽ നിന്ന് തന്നെ ഒരു മുഖ്യമന്ത്രി വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കക്ഷിയുടെ ഒരു ഘടകം രൂപവൽക്കരിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ചില MLA-മാരെ പിടിക്കാനും ഒക്കെ സംസാരമൊക്കെ നടന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ പല തരത്തില് നീക്കങ്ങൾ നടക്കുമ്പോഴാണ് ഇങ്ങനെ ഇത്തരം നീക്കങ്ങൾ ആരും വെളിപ്പെടുത്തുകയില്ലല്ലോ. എത്രയോ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇത് ഉണ്ടായതെന്ന് നമുക്ക് പോലും അറിയില്ല. അപ്പോൾ പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ അനുമതിയില്ലാതെ ശോഭ തിരഞ്ഞെടുപ്പ് വേദിയിൽ നിന്ന് ഇങ്ങനെയൊരു പ്രസ്താവന നടത്തുന്നു. അവരെ അനുമതിയൊന്നും ഏതായാലും മേടിച്ചിട്ടില്ല. അവർ പറയുന്നത് എനിക്ക് ഏറ്റവും മുകളിൽ പിടിയുണ്ടെന്നാണല്ലോ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. അല്ല, ഈ ഇതുപോലെ പാർട്ടിയെ വളർത്തുന്നതിൽ നേതാക്കളെ അടർത്തിക്കൊണ്ടുവന്നിരുന്ന ഒരു ദേശീയ സമിതിയിലെ അംഗമാണ്. അതിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു അംഗമെന്ന നിലയിൽ എന്നെ ഏൽപ്പിച്ച ചുമതലയാണ് നിർവഹിച്ചതെന്നും. അവർക്ക് ചുമതല നിർവഹിക്കാം, പക്ഷെ ചുമതലയിൽ നിങ്ങളിത് പുറത്ത് വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടില്ല. അതെ 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 അതുണ്ട്. അപ്പോൾ ഇത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയോ ഇല്ലയോ എന്ന് ആലപ്പുഴയിലെ റിസൾട്ടൂടെ വരുമ്പോൾ അറിയാം. അതെ. അപ്പോൾ ഈ പ്രശ്നം ദേശീയ ശ്രദ്ധയിലെത്തിയിരിക്കുന്നു. അത് ദേശീയ ശ്രദ്ധയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തെ ഒരു ചലനം എന്ന നിലയിൽ മാത്രമല്ല, അത് BJP രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്ട്രാറ്റജി ലക്ഷ്യസ്ഥാനത്ത്. ഇതെങ്ങനെയാണ് BJP ബാധിച്ചത് എന്നുള്ള ഭാഗം ആരും ചർച്ച ചെയ്തില്ല. CPM-ഉം ജയരാജനും പിണറായിയും ഒക്കെ ചർച്ച ചെയ്യുന്നുള്ളൂ. കോൺഗ്രസ് ആണെങ്കിൽ പരിക്കേൽക്കാതെ മാറി നിൽക്കുന്നുമുണ്ട്. അതേസമയം ശോഭയും K. സുധാകരനും തമ്മിൽ ആശയവിനിമയം ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തവുമാണ്. അതെ അതെ അതെ. അല്ല, K. സുധാകരനും ജാവദേക്കറും കൂടി ഒന്നിച്ച് നിന്ന് സംസാരിക്കുന്ന ചിത്രം ആക്കുളത്തെ വീട്ടിൽ ലാപ്ടോപ്പ് തുറന്ന് ജാവദേക്കർ കാണിച്ചതായിട്ട് ഇന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുധാകരൻ മാത്രമല്ല, K. മുരളീധരൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കളും ഒക്കെ ആയിട്ട് ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം ഒരു ശ്വാസം വിടാനുള്ള സമയം ആണ് ഈ വോട്ടെണ്ണ. ചില വിശ്വപൗരന്മാരും ഉണ്ടാകാം. അതെല്ലാം ഈ തിരഞ്ഞെടുപ്പ് റിസൾട്ടിൻ്റെ ഫലം പുറത്തു വന്ന് ഈ വോട്ടെണ്ണി കഴിഞ്ഞേ പറയാൻ പറ്റും. അതെ. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ ശോഭ നടത്തിയതൊരു വെളിപ്പെടുത്തൽ അനവസരത്തിലായി പോയി.
അവർക്ക് അത് ഒരു അവസരമായിരുന്നിരിക്കാൻ കാരണം വേറെ ചില കാര്യങ്ങൾ ദല്ലാൾ ഉന്നയിച്ചത് കൊണ്ട് അത് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇയാൾ പറയുന്നത് ശരിയല്ല, ഇയാൾ വേറൊരു കാര്യം ചെയ്തിട്ടുണ്ട്, അതിങ്ങനെയാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ശോഭ പറയുമ്പോഴും നമ്മൾ പല ഭാഗത്തും അവരെ പ്രതിരോധിച്ചെങ്കിലും ശോഭയും ജാവദേക്കറും കൂടി ഇ.പി. ജയരാജനെ കണ്ടതായിട്ട് പറയുന്നില്ലല്ലോ. ഇല്ല. ഇപ്പോൾ തൃശ്ശൂർ, ആക്കുളം, എറണാകുളത്തെ വെണ്ണല നേരിട്ടുള്ള റോള് ദല്ലാളിനാണുള്ളതുള്ളത് വളരെ വ്യക്തമാണ്. അത് ദല്ലാളും സമ്മതിക്കുന്നു. അതെ. പിന്നെ റിനൈസൻസ് ഹോട്ടലിൽ കണ്ടു, ഈ ഏതായാലും കണ്ടു, മീറ്റ് ചെയ്തു എന്നൊക്കെ ഉള്ളത് ആരും നിഷേധിക്കുന്നില്ല. പക്ഷേ ഇത് പച്ചക്കള്ളമാണ്. ആ സ്ത്രീയെ ഞാനെന്തിന് സീരിയസ് ആയിട്ട് എടുക്കണം? അവരാരാണ്? അനേകം പ്രസിഡന്റന്മാരിൽ, വൈസ് പ്രസിഡന്റുമാരിൽ. ഇതെന്താന്ന് വെച്ചാൽ പിണറായി വിജയന് ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം പറയാനുണ്ട്. നിതിൻ ഗഡ്കരിക്ക് വിരുന്നു കൊടുത്ത കാര്യമുണ്ട്, ജാവ്ദേക്കറെ കണ്ടിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയും കണ്ടിട്ടുണ്ടാകാം. ഇപ്പോൾ ദല്ലാൾ തന്നെ പറയുന്നത് ദല്ലാളിനെ പിണറായി വിജയൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഒരു കാര്യത്തിന് വേണ്ടി. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം പറയേണ്ടി വരുമ്പോൾ ഇ.പി. ജയരാജനെ സംരക്ഷിച്ചല്ലേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഇരട്ടത്താപ്പ് പറ്റില്ലല്ലോ അതിൻ്റെ അകത്ത്. ഏതായാലും BJPയുടെ കേരളത്തിലെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് ഏറ്റവും അനുഗുണമായ ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നതിലാണ് ആദ്യം ഈ ചെറിയൊരു തിരിച്ചടി വന്നത്. അതെ, അവർ വളരെ കരുതലോടെ നിൽക്കുകയും കേരളത്തിലെ ഹിന്ദു പാർട്ടിയായ CPMൽ ശൈഥില്യമുണ്ടായില്ലെങ്കിൽ BJPക്ക് കാര്യമായൊരു വളർച്ച സമീപഭാവിയിലെന്നും കേരളത്തിൽ അതുണ്ടാവില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ CPM ആണല്ലോ കേരളത്തിലെ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് പ്രത്യേകിച്ചൊരു സമുദായത്തിൻ്റെ അകത്തൊക്കെ പേരാഴ്ത്തിയാലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. വേറെ ഘടക കക്ഷികളെ കൂട്ടേണ്ടിയൊക്കെ വരും. പാർട്ടി പുലർത്തിയായാലും കൊള്ളാം. കാരണം ഈ മാണി ഗ്രൂപ്പിനൊന്നും വലിയ ഭാവിയില്ലല്ലോ, ബിഷപ്പുമാർക്കും ആവശ്യമില്ല. ഒരു സെറ്റ് ഓഫ് പീപ്പിൾ മാത്രം ഉള്ള ഒരു മാണി ഉണ്ടായിരുന്ന കാലത്ത് എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടായിരുന്നു എന്ന് പറയാം. സെൻട്രൽ കേരളയിലെ ഒരു മതവിഭാഗത്തിൻ്റെ വിംസ് ആൻഡ് ഫാൻസി ഒരു ഘട്ടത്തിൽ KM മാണി തന്നെ കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാവുന്നു വന്നതാണല്ലോ. തട്ടിക്കളഞ്ഞാണ് അത് വേറെ ചില ആളുകൾ. അത് UDF സ്ട്രോങ് മാനായിരിക്കുന്ന കാലം. അപ്പം PC തോമസിന് മന്ത്രിയാകാമെന്ന് വന്നപ്പോൾ അല്ല ഞാനാകാം എന്ന് പറഞ്ഞ ഒരു കഥയുണ്ട്. അപ്പം ഈ തെരഞ്ഞെടുപ്പ് കാലത്തും PC തോമസ് രംഗത്തൊന്നും ഇല്ലായിരുന്നു. അത് നിശബ്ദനായി വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ അത് വേറൊരു വിഷയം പോട്ടെ. നമുക്ക് ഇപ്പോൾ കാണാവുന്നത് പ്രൈം മിനിസ്റ്ററുടെ ശ്രദ്ധയിൽ ഈ തിരക്കുള്ള സമയത്തും കേരളം വിഷയീഭവിക്കുകയും കേരളത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന ആളിനോട് അതിൻ്റെ കാര്യകാരണങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിരിക്കുന്നു. അതൊരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അതെ, പാർട്ടിയെ ബാധിച്ചതിനപ്പുറം അതിന് രണ്ടുപേർ ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. അതെ, ജാവ്ദേക്കറും ശോഭയും. പിന്നെ സംസ്ഥാന പ്രസിഡന്റ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയായിട്ട് മത്സരിക്കുകയായിരുന്നു. അപ്പോൾ കെ സുരേന്ദ്രൻ ഇതിപ്പോൾ ആൻസറബിളായ ഒരു പൊസിഷനിലല്ല. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഒന്നാമത് ബാധ്യസ്ഥനാകുന്നത് ജാവ്ദേക്കറും രണ്ടാമത് ശോഭാ സുരേന്ദ്രൻ. അതെന്താണെന്ന് വെച്ചാൽ ഈ സംഭവങ്ങളൊക്കെ ആദ്യം തുടങ്ങുന്നത് ജാവ്ദേക്കർ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിട്ട് സ്വന്തം കാറിലല്ലാതെ ഈ ദല്ലാളിൻ്റെ കാറിൽ അന്നിറങ്ങുന്ന ചിത്രങ്ങൾ വന്നു എന്നുള്ളതാണ്. ആ യാത്രയായിരുന്നിരിക്കുമല്ലോ അന്ന് ആക്കുളത്തേക്ക് ചിലപ്പോൾ ഉണ്ടായത് ആ ദൃശ്യം. അപ്പോൾ ജാവ്ദേക്കർക്ക് അതിൽ നിന്ന് മാറാൻ പറ്റില്ല. അതതിൻ്റെ ഒരു പരിണാമഗുപ്തിയിൽ കൊണ്ടെത്തിക്കാനും ജാവ്ദേക്കർക്ക് കഴിഞ്ഞിട്ടില്ല. അതായത് അപ്പോൾ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ പോളിംഗ് കഴിഞ്ഞെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ സംഭവഗതികളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായി ഡേ ടു ഡേ വിവരങ്ങൾ പോലും ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം കേരളത്തിലേക്ക് കടക്കണം എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. പലയിടത്തുമൊക്കെ അത്യാവശ്യം പാദമുദ്ര പതിപ്പിച്ചതാണല്ലോ. ആന്ധ്ര, തെലങ്കാന, കർണാടക, കേരളം, അങ്ങനെ ഒരു സൗത്തിലേക്കൊരു സംഭവമുണ്ട്. കാരണം ഇപ്പോൾ സംസാരിക്കുമ്പോഴും അവർ ഈ സൗത്ത് വേറൊരു രാജ്യമാക്കാൻ
അതെ, ആന്ധ്രയിലും കർണാടകത്തിലും ഒക്കെ നീക്കം നടക്കുന്നുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ടല്ലോ. കട്ടിംഗ് സൗത്ത്. കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇന്ത്യ ഒന്നിച്ച് നിൽക്കുന്ന ഒരു എൻറ്റിറ്റി അല്ലേ. അപ്പോൾ ഇത് വളരെ പ്രധാനമാണ് ഈ സംഭവം. അപ്പം വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി അധ്യായങ്ങളിലേക്ക് മാത്രമല്ല ജാവദേക്കറുടെയും ശോഭയുടെയും ഭാവി എന്താണെന്ന് കൂടി ഇതിലിവിടെ തീരുമാനിക്കും. കാരണം ഈ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ എല്ലാ സാധ്യതയും തുറന്നു കിട്ടിയ ഒരു അവസരത്തിൽ തുടക്കത്തിലെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ സുരേഷ് ഗോപിക്ക് വേണ്ടി ധാരാളം ബാധിച്ചതാണ് വോട്ടെടുപ്പ് നടക്കുമ്പോൾ. പക്ഷേ വോട്ടെടുപ്പ് നടന്ന ശേഷം അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ നടത്തിയ ചില പരാമർശങ്ങളും അത്ര ഗുണമുള്ളതല്ല. കാരണം അദ്ദേഹത്തോട് മന്ത്രിയാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ 2 കൊല്ലത്തേക്ക് ഞാൻ സിനിമാഭിനയത്തിനൊക്കെ പൊക്കോട്ടെ എന്ന് ചോദിക്കും. അത് കഴിഞ്ഞ് മന്ത്രിയാവും. അത് കഴിയുമ്പോൾ ഒരു 6 മന്ത്രിമാരെ ഞാൻ കേരളത്തിൻ്റെ അടിമകളാക്കും. ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ തന്നെ എല്ലാം ചെയ്ത് കിട്ടണം. ഇങ്ങനെയൊക്കെ സംസാരിച്ചു. അങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് ആരാണ് ഈ സുരേഷ് ഗോപി? ഇല്ല, സുരേഷ് ഗോപി ഇൻ ആൻഡ് ഔട്ട് ഒരു രാഷ്ട്രീയക്കാരനല്ല. അദ്ദേഹം ഈ വല്ലവരും എഴുതിയ തിരക്കഥകൾ മാത്രം ഓഡിയൻസിനോട് ഉരവിട്ട് ശീലിച്ച ഒരാളാണ്. അദ്ദേഹം പ്രായോഗിക രാഷ്ട്രീയം ഇനിയും പഠിക്കേണ്ടിയിരിക്കും. പാർട്ടി ഏൽപ്പിച്ച ജോലികൾ ഞാൻ ചെയ്യും എന്ന് പറയുന്നിടത്ത് തീരണമല്ലോ. അതെ അതെ അതെ. ഇങ്ങനെ മന്ത്രിമാരെ അടിമകളാക്കി ഞാൻ തൃശ്ശൂരിന് വേണ്ടി സേവനം ചെയ്യിപ്പിക്കും എന്നൊക്കെ പറയുന്നത് ഒരുമാതിരി രാഷ്ട്രീയ വിവേകമുള്ള ഒരാളിൻ്റെ വാക്കുകളല്ലായിരുന്നു അത് വരട്ടെ, അത് നമുക്ക് പിന്നീട് വിശദമായി സംസാരിക്കാം. ഏതായാലും ഞാൻ പൊതുവെ ഈ പാർട്ടിയിൽ നിൽക്കുന്ന ആളുകൾ ഒരു വിവേകമില്ലാതെ പെരുമാറുന്നതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞാണത്. കേരള പൊളിറ്റിക്സിലെ പുതിയ ഗതിവിഗതികൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം അതീവ ഔത്സുക്യത്തോടെ അത് അന്വേഷിച്ചു. അതാണ് അതിൻ്റെ ഫലം അറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.